നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുവാൻ പോകുന്ന വിഷയം അശ്വന്ത് കോക്കും സിനിമ റിവ്യൂവും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മുതൽക്കൂട്ടാവും. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. അശ്വന്ത് കോക്കും സിനിമ റിവ്യൂ. ആരാണ് ഈ അശ്വന്ത് കോക്ക്? യൂട്യൂബ് പ്രേക്ഷകർക്കെല്ലാം വളരെ സുപരിചിതനായ വ്യക്തിയാണ് അനേക ലക്ഷം ഫോളോവേഴ്സുള്ള അശ്വന്ത് കോക്ക്. സിനിമാക്കാരുടെ പേടി സ്വപ്നം. ഇറങ്ങുന്ന സിനിമകളെയെല്ലാം അശ്വന്ത് കോക്ക് തൻ്റെ സിനിമ റിവ്യൂ വഴി ഒന്ന് കൊലവിളി നടത്തും. അദ്ദേഹം ഒരു സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുക എന്നത് വളരെ വിരളമായ അവസ്ഥയാണ്. അശ്വന്ത് കോക്ക് ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയല്ല. മറ്റുള്ളവർക്ക് അല്പം മര്യാദയും മനസാക്ഷിയുമൊക്കെയുണ്ട്. പക്ഷേ അശ്വന്ത് കോക്ക് ആ സിനിമയെ കൊന്നു കൊലവിളി നടത്തി അതിൻ്റെ തായ്വേരറക്കുകയാണ് പതിവ്. അശ്വന്ത് കോക്കിൻ്റെ സിനിമ റിവ്യൂ കണ്ടവർ പിന്നെ തിയേറ്ററിൻ്റെ 7 അയൽപക്കത്തേക്ക് പോലും പോവാത്ത അവസ്ഥ സംജാതമാകുന്നു. പക്ഷേ തീരെ നിലവാരം കുറഞ്ഞ പല പരട്ടപ്പടങ്ങൾക്കും അദ്ദേഹം നല്ല റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം പല നല്ല സിനിമകളെയും ബലിയാടാക്കുകയല്ലേ. പ്രിയപ്പെട്ട അശ്വന്ത് കോക്കിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. അങ്ങ് ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബർ ആയിരിക്കും. പക്ഷേ അതിൽ അഹങ്കരിക്കരുത്. പല സിനിമാ നിർമ്മാതാക്കളും ഭാര്യമാരുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് ഒരു സിനിമ പൂർത്തിയാക്കുന്നത്. പക്ഷേ അത് തിയേറ്ററിലെത്തുമ്പോൾ താങ്കളെപ്പോലുള്ളവർ അതിനെ കൊന്ന് കൊലവിളി നടത്തുന്നു. ഒരപേക്ഷ, അതിനെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. ഒരു ഹോട്ടൽ തന്നെ ഉദാഹരണമായി എടുക്കാം. അവിടുത്തെ ഒരു നല്ല ഭക്ഷണം മോശമെന്ന് ഒരാൾ പുറത്ത് അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം കഴിക്കുവാൻ എല്ലാവരും ഒന്ന് മടിക്കും. ഇതാണ് സിനിമയുടെയും അവസ്ഥ. അശ്വന്ത് കോക്ക് ഒന്ന് മനസ്സിലാക്കണം. സിനിമകൾ ഇറങ്ങുന്നത് കൊണ്ടാണല്ലോ താങ്കൾക്ക് റിവ്യൂ ചെയ്യുവാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് ലക്ഷങ്ങൾ പ്രതിഫലമായി ലഭിക്കുന്നത്. പക്ഷേ സിനിമയില്ലെങ്കിൽ അശ്വന്ത് കോക്കുമില്ല, റിവ്യൂവുമില്ല. നടൻ ബൈജുവിൻ്റെ പ്രശസ്തമായ ഒരു ഡയലോഗ് തന്നെ എടുക്കാം. റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? വലിയ സിനിമ നിരൂപകനായ ആറാട്ടണ്ണനെ പോലുള്ളവരെ ജനങ്ങൾ പഞ്ഞിക്കിടുന്നത് താങ്കൾ കാണാറില്ലേ? അതിലും ക്രൂരമായ അവസ്ഥ താങ്കൾക്ക് സംജാതമാകുന്ന അവസ്ഥ വിദൂരമല്ല. സിനിമ നിരൂപണം ചെയ്യുമ്പോൾ നല്ല വശങ്ങളും മോശം വശങ്ങളും പറയുകയല്ല താങ്കൾ ചെയ്തത്. പക്ഷേ താങ്കൾ തുടക്കത്തിൽ തന്നെ ആ സിനിമയെ കൊന്നു കൊലവിളി നടത്തുകയാണ് ചെയ്തത്. മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രം എൻ്റെ അറിവിൽ ഒരു മോശം സിനിമയല്ല. ഒരിക്കലും പരാജയപ്പെടേണ്ട ഒരു സിനിമയായിരുന്നില്ല അത്. പക്ഷേ താങ്കളുടെ അതിക്രൂരമായ റിവ്യൂ വഴി അത് വൻ പരാജയത്തിൽ കലാശിച്ചു. ഈ അഭിനവ യൂട്യൂബർമാർ എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മിസ്റ്റർ അശ്വന്ത് കോക്ക്, താങ്കൾ ഇപ്പോഴത്തെ സമീപനം ഒന്ന് മാറ്റിപ്പിടിക്കുക.
നല്ലൊരു യൂട്യൂബറായി തിരിച്ചു വരിക. അല്ലെങ്കിൽ കാലം താങ്കൾക്ക് തിരിച്ചടി നൽകുന്ന സമയം വിദൂരമല്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം.